ചോദ്യം ഇതാണ്. In which year the famous poet Akkitam Achyutan Nambudiri won Padmashri? Which shape is associated with the orbital designated by n is equal to 2, l is equal to 1? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Which of the following crops are called as fine grains in India? താഴെ പറയുന്ന പോലെ ഏത് ക്രോപ്സിനെയാണ് നമ്മൾ ഫൈൻ ഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ? ബജ്റ ജോവർ, മെയ്സ് റാഗി, റാഗി ബജ്റ, റൈസ് വീറ്റ്. ഫൈൻ ഗ്രെയിൻസ് എന്നും കൊയേഴ്സ് ഗ്രെയിൻസ് എന്നും ഇന്ത്യയിലെ ധാന്യങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഗ്രെയിൻസിനെ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫൈൻ ഗ്രെയിൻ, രണ്ടാമത്തത് കൊയേഴ്സ് ഗ്രെയിൻ. ഫൈൻ ഗ്രെയിൻ എക്സാമ്പിൾ എന്ന് പറയാൻ സാധിക്കുന്നത് നല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിൾ, നല്ലതെന്നല്ല മൃദുധാന്യങ്ങൾ എന്ന് പറയേണ്ടത് കേട്ടോ. റൈസും വീറ്റുമാണ് മൃദുധാന്യങ്ങൾക്ക് ഫൈൻ ഗ്രെയിൻസിന് എക്സാമ്പിൾ. കൊയേഴ്സ് എന്ന് പറയുമ്പോൾ പരുക്കൻ ധാന്യങ്ങളാണ്. ബജ്റ, ജോവർ, റാഗി കേട്ടോ തുടങ്ങിയവയെല്ലാം ഈ പറഞ്ഞ കൊയേഴ്സ് ഗ്രെയിൻസിന് എക്സാമ്പിൾ ആണ്. ബജ്റ, ജോവർ, റാഗി തുടങ്ങിയ തന്നിരിക്കുന്ന ബാക്കിയെല്ലാം തന്നെ കൊയേഴ്സ് ഗ്രെയിൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ധാന്യങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. എന്താണ്? ഫൈൻ ഗ്രെയിൻസ് എന്നും കൊയേഴ്സ് ഗ്രെയിൻസ് എന്നും. ഓക്കെ, ഇന്ത്യ പ്രൊഡ്യൂസേഴ്സ് എ വെറൈറ്റി ഓഫ് സെറിയൽസ് വിച്ച് ആർ ക്ലാസിഫൈഡ് ആസ് ഫൈൻ ഗ്രെയിൻസ്. മൃദുധാന്യങ്ങൾ കൊയേഴ്സ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ പരുക്കൻ ധാന്യങ്ങൾ. ധാന്യങ്ങളെ രണ്ടായി തരംതിരിക്കുവാണ്. മൃദുധാന്യങ്ങളും ഇന്ത്യയിലെ ധാന്യങ്ങളാണ് കേട്ടോ. മൃദുധാന്യങ്ങളും അതുപോലെ തന്നെ പരുക്കൻ ധാന്യങ്ങളും. മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിൾ നോക്കിയേ റൈസ്, വീറ്റ്. കൊയേഴ്സ് ഗ്രെയിൻസ് നോക്കിക്കേ ജോവർ, ബജ്റ, മൈസ്, റാഗി എക്സെട്ര. റൈസും വീറ്റും ഏത് കാർഷിക കാലത്തിൽ വളരുന്ന വിളകളാണെന്ന് പഠിച്ചോണം. റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണ്, വീറ്റ് ഒരു റാബി ക്രോപ്പാണ്, മറന്നു പോരുത്. മൺസൂൺ കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ്. നല്ല മഴ വേണ്ട സമയത്ത് വളർന്നു വരുന്ന വിളകളാണ് നമ്മൾ ഖാരിഫ് അല്ലെ. റൈസിനൊപ്പം നമുക്ക് എന്ത് പറയാം? റൈസ് ഉണ്ട്, പിന്നെ കരിമ്പുണ്ട്, പിന്നെ വേറെന്താണ്? കോട്ടൺ ഉണ്ട്, ചോളമുണ്ട്, ചണമുണ്ട്, പിന്നെ ബജ്റ, ജോവർ, റാഗി ഇതെല്ലാം ഈ ഖാരിഫാണ്. വീറ്റ് റാബിയാണ്. വീറ്റ്, ബാർലി, കടുക്, പുകയില, പയർവർഗ്ഗങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞ റാബി ക്രോപ്സ് കേട്ടോ. റാബി കാലഘട്ടത്തിൽ ഇവരെ നമ്മൾ വിന്റർ ക്രോപ്സ് അല്ലെങ്കിൽ ശൈത്യകാല വിളകൾ എന്ന് വിളിക്കുന്ന റാബി ക്രോപ്സിനെ. വിന്റർ, മറ്റേത് മൺസൂൺ ക്രോപ്സ്, മൺസൂൺ കാല വിളകൾ എന്ന് വിളിക്കുന്നു. ഇതിനെ ശൈത്യകാല വിളകൾ എന്ന് വിളിക്കുന്നു. റൈസും വീറ്റും നമ്മളുള്ള എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇനി മറ്റൊരു ടൈപ്പ് കാർഷിക കാലം കൂടി ഇന്ത്യയിലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെയ്ത്. ഇത് ഉഷ്ണകാലത്താണ്. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ജൂണിന് മുമ്പ് വരെയുള്ള സമയത്ത് ആണ് കൃഷി ചെയ്യുന്നത്. പഴങ്ങളും പച്ചക്കറികളുമാണ് എക്സാമ്പിൾ കേട്ടോ. ഓരോരുത്തരും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നത്. റൈസ് ഓർമ്മയുണ്ടോ? നെല്ല്, ചോളം, ചണം. ചോളത്തിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ചോളം അത് ഉഷ്ണകാലത്തും അതേപോലെ തന്നെ നമ്മുടെ തണുപ്പ് കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ചോളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും പുസ്തകത്തിൽ റൈസ്, അതുപോലെ തന്നെ മെയ്സ്, ചോളം, പിന്നെ വേറെ ഏതാണ്? ചണം, പരുത്തി, പിന്നെ കരിമ്പ്, ഈ പറഞ്ഞ തിനവിളകള് കേട്ടോ. തിനവിളകള് ബജ്റ, ജോവർ, റാഗി ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഖാരിഫിന് എക്സാമ്പിൾ ആണ്. വീറ്റിന് ഏതൊക്കെയാ പറഞ്ഞേ? റാബിക്ക് ഏതൊക്കെയാ പറഞ്ഞേ? റാബിക്ക് വീറ്റ്, ബാർലി, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളൊക്കെയാണ് റാബി ക്രോപ്സിന്. സെയ്ദിന് ഏതൊക്കെ പറഞ്ഞു? 2 പറഞ്ഞു അല്ലെ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ഈ സെയ്ദ് ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറന്നു പോരുത്, ധാന്യങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഫൈൻ ഗ്രെയിൻസ് എന്നും കൊയേഴ്സ് ഗ്രെയിൻസും. ഫൈൻ ഗ്രെയിൻസിന് വേറെ ഒന്നും പഠിക്കേണ്ട, 2 പഠിച്ചാൽ മതി. ഏതെല്ലാമാണ്? നെല്ല്, ഗോതമ്പ്. ബാക്കിയെല്ലാം ബജ്റ, ജോവർ, റാഗി, പിന്നെ ഈ മെയ്സ് ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കൊയേഴ്സ് ഗ്രെയിൻസ് ആണ്. എന്ന് വിചാരിക്കുന്നു. Which shape is associated with the orbital designated by n is equal to 2, l is equal to 1? So ഇവിടെ നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതെന്താ? നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് അല്ലെ. ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ട് ഈ ഓർബിറ്റലിന്റെ ഷേപ്പ് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ഫെറിക്കൽ, ടെട്രാഹെഡ്രൽ ഓരോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് ഷേപ്പ്, ഓരോ ഓർബിറ്റലിന്റെയും ഷേപ്പ് നമ്മൾ പഠിക്കണം. എങ്ങനെയാ ഷേപ്പ് നമുക്ക് വരുന്നത്? എസ് ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഷേപ്പ് ആയിരിക്കും വരിക? സ്ഫെറിക്കൽ ഷേപ്പിലാണ് വരുന്നത് അല്ലെ. എസ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആയിരിക്കും. പി ഓർബിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഡംബൽ ഷേപ്പ് ആണ്. നേരെ മറിച്ച് ഡി ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? ഡബിൾ ഷേപ്പ് ആണ് വരുന്നത്. എഫ് ഓർബിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് വരുന്നത് അല്ലെ. സോ അപ്പൊ ഈ ഷേപ്സ് നമ്മൾ പഠിച്ചു വെക്കണം. സ്ഫെറിക്കൽ, ഡംബൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. അപ്പൊ ഷേപ്പ് കണ്ടുപിടിക്കണം. അതിന് മുൻപായിട്ട് നമ്മളോട് ഡയറക്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന
ഓർബിറ്റൽസ് ഏതാന്ന് പറഞ്ഞിട്ടില്ല, അതിന് പകരം നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ആ ക്വാണ്ടം നമ്പറിൽ നിന്ന് ഏതാണ് ഓർബിറ്റൽ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഷേപ്പിലേക്ക് പോകേണ്ടത്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ഓർബിറ്റൽ നമുക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ N L എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓരോരോ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അതെന്താ, ഒരു ഓർബിറ്റലിന്റെ അഡ്രസ് ആണ് അല്ലെ. ഒരു ഓർബിറ്റൽ ഏതാണ്, 1s ഓർബിറ്റൽ ആണോ 2s ഓർബിറ്റൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഏതൊക്കെ. ഒന്ന് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് N എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, നമ്മൾ L വെച്ച് റെപ്രസെന്റ് ചെയ്യും, അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഒരു ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്നു, ഒരു ഓർബിറ്റലിന് അഡ്രസ് ആയിട്ട് വരുന്ന മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ ആണ് ഏത്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ M വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ ഈ ക്വാണ്ടം നമ്പേഴ്സിൽ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ Nന്റെ വാല്യൂ എന്താണ്, ഷെൽ നമ്പർ ഏതാണ്, ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെൽ ഏതാണ്, അല്ലെങ്കിൽ ഓർബിറ്റൽ വരുന്നത് ഏത് ഷെല്ലിലാണ് എന്ന് മനസ്സിലാക്കി തരുന്ന നമ്പർ ആണ് ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ N എന്ന് പറയുന്നത്. അപ്പൊ Nന്റെ വാല്യൂ 1 മുതൽ 1 2 3 4 ഇങ്ങനെ നമുക്ക് പോകും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഷെല്ലിനെയാണ്, അല്ലെങ്കിൽ ഷെൽ നമ്പറിനെയാണ് എന്നുള്ളത് ഓർക്കുക. N is equal to 1 എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഷെല്ലാണ് എന്നുള്ളതാണ് അർത്ഥം, അതായത് നമ്മുടെ കെ ഷെല്ല്. N is equal to 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് സെക്കൻഡ് ഷെല്ല്, ഷെൽ നമ്പർ ആണ്. സെക്കൻഡ് ഷെല്ല് ഏതാ, എൽ ഷെല്ല്. N is equal to 3 വന്നാൽ നമ്മുടെ തേർഡ് ഷെൽ, അതായത് എം ഷെല്ല്. N is equal to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മളോട് പറയുന്ന ഓർബിറ്റില് ഫോർത്ത് ഷെല്ലിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ഫോർത്ത് ഷെല്ലിൽ വരുന്നതാണ്. സോ ഫോർത്ത് ഷെൽ എന്ന് പറയുമ്പോൾ എൻ ഷെല്ല്. അപ്പൊ Nന്റെ വാല്യൂ കണ്ടാൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കണ്ടാൽ ഓർക്കണം, അത് ഷെൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ഓർബിറ്റൽ ആണ് ചോദിച്ചത്, അതായത് ഓർബിറ്റലിന്റെ അഡ്രസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലെ. Nന്റെ വാല്യൂ തന്നിട്ടുണ്ട്, Lന്റെ വാല്യൂ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഷേപ്പിന്റെ കേസ് ചോദിച്ചാൽ നമുക്ക് ആകെ ഈ Lന്റെ കേസ് മാത്രം നമുക്ക് മനസ്സിലായാലും മതി ഷേപ്പ് ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ Lന്റെ വാല്യൂ നമുക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ ആണ്. Lന്റെ വാല്യൂ എന്താണ്, അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സബ്ഷെൽ ആണ്. അതായത് നമ്മൾ പറയുന്ന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ്, അല്ലെങ്കിൽ ആ ഓർബിറ്റൽ ഏത് സബ്ഷെല്ലിൽ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് ഇത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 0 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, 0 1 2 എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പൊ അത് ഓരോന്നും ഓരോ സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന, നമുക്കറിയാം SP-DF എന്ന് പറഞ്ഞിട്ട് ഓരോ സബ്ഷെല്ലുണ്ട് അല്ലെ. അതില് Lന്റെ വാല്യൂ 0 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം, നമ്മളോട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് സബ്ഷെല്ലിനെ കുറിച്ചാ, S സബ്ഷെല്ലിനെ കുറിച്ചാണ്. ഓക്കെ, അവിടെ വരുന്ന S ഓർബിറ്റൽസ്, S സബ്ഷെല്ലിൽ ഏത് ഓർബിറ്റലാണ് ഉള്ളത്, Sന്റെ ഓർബിറ്റലാണ് ഉള്ളത് അല്ലെ. അപ്പൊ ആ ഓർബിറ്റലിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇനി Lന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലിനെ കുറിച്ചാ പറയുന്നത്, നമ്മുടെ P സബ്ഷെല്ലിനെ കുറിച്ചാണ്. അതിൽ വരുന്ന P ഓർബിറ്റൽസിൽ ഏതോ ഒന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി Lന്റെ വാല്യൂ 2 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണ്, D സബ്ഷെൽ ആയിരിക്കും. അവിടെ വരുന്ന ഓർബിറ്റൽസ് ആണ് ഓർത്ത് വെക്കണം. L is equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏത് സബ്ഷെല്ലാണ്, F സബ്ഷെല്ലാണ്. അവിടെ വരുന്ന ഓർബിറ്റൽസിൽ ഏതോ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു N കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, അത് ഷെല്ലിന്റെ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഷെല്ല് ഏതാന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ Lന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക, നമ്മളോട് പറയുന്ന ഓർബിറ്റില് ഏത് സബ്ഷെല്ലിലാണ് എന്നുള്ളത്. ക്ലിയർ അല്ലേ, 0 1 2 3 SP-DF എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നമുക്ക് Lന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്, L is equal to 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. Lന്റെ വാല്യൂ is equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണ് നമ്മൾ പറഞ്ഞു, P സബ്ഷെല്ലാണ് അല്ലെ. P സബ്ഷെല്ലാണ്. L is equal to 0 വന്നാൽ അത് S സബ്ഷെല്ലാണെന്ന് മനസ്സിലാക്കണം. L is equal to 1 വന്നതുകൊണ്ട് അതെന്താ, P സബ്ഷെല്ല്. ഇനി 2 ആയിരുന്നെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും, D സബ്ഷെല്ലായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഇവിടെ എന്തായാലും നമുക്ക് L is equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് സബ്ഷെൽ ഏതാന്ന് മനസ്സിലായി, P സബ്ഷെൽ. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ ഓർത്ത് വെക്കണം. P സബ്ഷെൽ ആണെങ്കിൽ അതിനുള്ളിൽ ഏത് ഓർബിറ്റൽ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക, P യുടെ ഓർബിറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ P ഓർബിറ്റൽസ് അല്ലേ ഇരിക്കുക. S സബ്ഷെല്ലിനുള്ളിൽ S ഓർബിറ്റൽ ഉണ്ടാവും, P സബ്ഷെല്ലിനുള്ളിൽ P ഓർബിറ്റൽസ് ഉണ്ടാവും. P സബ്ഷെല്ലിനുള്ളിൽ എത്ര P ഓർബിറ്റൽസ് ഉണ്ടാവും എണ്ണമൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. 3 P ഓർബിറ്റൽസ് ആയിരിക്കും. S സബ്ഷെല്ലിനുള്ളിൽ Sന്റെ എത്ര ഓർബിറ്റൽ ഉണ്ടാവും, ഒരു S ഓർബിറ്റലും. P സബ്ഷെല്ലിനുള്ളിൽ P യുടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്, 3 P ഓർബിറ്റൽസും. D സബ്ഷെല്ലിനുള്ളിൽ D യുടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്, 5 ഓർബിറ്റൽസും.
എഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്ന എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. സോ ഈ നമ്പർ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും ഓർബിറ്റൽ ഏതാന്നുള്ളത് മനസ്സിലായാലും മതി. പി സബ്ഷെൽ ആണ്, അതിനുള്ളിൽ എന്തായാലും പി ഓർബിറ്റൽസ് ആയിരിക്കും ഇരിക്കുക. അതിലൊരു പി ഓർബിറ്റലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ പി ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു ഡംബൽ ഷേപ്പ് ആണ് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്ന ഡംബൽ ഷേപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് വന്നിട്ട് ഷേപ്പ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം നോക്കിയാൽ മതി? ഈ എല്ലിന്റെ വാല്യൂ മാത്രം നോക്കി ഏതാണ് സബ്ഷെൽ എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് 2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ L is equal to 2 ആണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് വന്നേനെ? L is equal to 2 എന്ന് പറയുമ്പോൾ ഡി സബ്ഷെൽ ആണ്. അതിൽ വരുന്ന ഡി ഓർബിറ്റൽസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഷേപ്പ് എന്ത് വരും? ഡബിൾ ഷേപ്പ് വരും. സോ ഇപ്പൊ ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് ഏതാണ് ഓർബിറ്റൽ ഏതാണ് സബ്ഷെൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ദെൻ ഓരോന്നിന്റെയും ഷേപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡംബൽ ഷേപ്പ്. Question: two atomic orbitals are represented by the quantum numbers n is equal to 3, L is equal to 2 and m is equal to +2. Second one, n is equal to 3, L2, m is equal to -1 respectively. ഈ രണ്ട് ഓർബിറ്റൽസ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. They have the same energy. First orbital has more energy, second orbital has more energy. None of the above statements are correct. അപ്പൊ ഇതിലെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഓർബിറ്റൽസിന്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം ഓരോരോ ഷെല്ലുകളും അതിനുള്ളിൽ കുറെ സബ് ഷെല്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പോ 1s എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്, 2s എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്, 2p ഉണ്ട്, 3s എന്ന് പറയുന്ന അങ്ങനെ പല സബ് ഷെല്ലുകളുണ്ട്. ഓരോ സബ് ഷെല്ലിനുള്ളിൽ നമുക്കറിയാം ഒന്നോ അതിൽ കൂടുതലോ ഓർബിറ്റലുകളും കാണപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇലക്ട്രോണുകൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്കറിയാം എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റലാണ്? ഒരൊറ്റ ഓർബിറ്റലേ ഉണ്ടാവും. പി എന്ന് പറയുന്ന സബ് ഷെല്ലാണെങ്കിൽ അവിടെ എത്ര ഓർബിറ്റൽ ഉണ്ടാകും? 3 ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലില് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഡി ഓർബിറ്റൽസും. എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലില് എഫിൻ്റെതായിട്ടുള്ള 7 എഫ് ഓർബിറ്റൽസും ആണ് നമുക്ക് കാണപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത്, ഒരു പെർട്ടിക്കുലർ സബ് ഷെല്ലിനുള്ളിൽ വരുന്ന ഓർബിറ്റലുകളുടെ എനർജി എന്ന് പറയുന്നത് അവർ ഡീജനറേറ്റ് ആയിരിക്കും. അതായത് ജനറലി അവർക്ക് എങ്ങനെയാണ് എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു പി എന്ന് പറയുന്ന സബ് ഷെല്ലില് 3 പി ഓർബിറ്റൽസ് ഉണ്ട്. ആ 3 പി ഓർബിറ്റൽസിന്റെയും എനർജി പി എക്സ്, പി വൈ, പി ഇസഡ് എന്ന് പറയുന്നതായിരിക്കും ആ 3 ഓർബിറ്റൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 3 പേരുടെയും എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡി ഓർബിറ്റൽ, അതായത് ഡി എന്ന് പറയുന്ന ഒരു സബ്ഷെൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3D എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ആണ് എന്ന് വിചാരിക്കാം. ആ 3D സബ്ഷെല്ലിനുള്ളിൽ വരുന്ന 5 ഡി ഓർബിറ്റൽസിന്റെയും എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അപ്പം ഒരു പെർട്ടിക്കുലർ സബ്ഷെൽ എടുത്താൽ ഇപ്പൊ 2p ആയിക്കോട്ടെ 3p അങ്ങനെ ഒരു സബ്ഷെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞ് അതിനുള്ളിൽ വരുന്ന 3 ഓർബിറ്റൽസിന്റെ അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന 5 ഓർബിറ്റൽസിന്റെ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അവർ ഡീജനറേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ക്ലിയർ? ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ സബ്ഷെല്ലിനുള്ളിൽ വരുന്ന ഓർബിറ്റൽസിന്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് സെയിം ആണെങ്കിലും ഓരോ സബ്ഷെല്ലുകളുടെയും എനർജി ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് സബ്ഷെല്ലുകളുടെ എനർജിക്ക് ഒരു ഓർഡർ ഉണ്ട്. 1s എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്, 2s എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്, 2p ഉണ്ട്. അങ്ങനെ ഓരോരോ സബ്ഷെല്ലുകൾക്കും എനർജി ഡിഫറെന്റ് ആണ്. എനർജി ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം. ഏറ്റവും കുറവ് എനർജി ഉള്ളത് ആർക്കാണ്? 1s-നാണ്. അത് കഴിഞ്ഞാൽ 2s, then 2p, പിന്നെ എന്ത് വരും? 3s വരും, പിന്നെ 3p വരും, 3s 3p കഴിഞ്ഞാൽ 4s 3d. ഇങ്ങനെയാണ് നമുക്ക് എനർജിയുടെ ഓർഡർ വരുന്നത്, എനർജി ഇൻക്രീസ് ചെയ്ത് വരുന്ന ക്രമം. സോ 1s-ന് എനർജി കുറവായിരിക്കും, 2s-ന് പിന്നെ കുറച്ചുകൂടി കൂടുതൽ, 2p, 3s 3p, 4s 3d. ഇങ്ങനെയാണ് എനർജി ഇൻക്രീസ് ചെയ്ത് വരുന്ന ഓർഡർ. ഇതിൽ ഞാനിപ്പോ 3d എന്ന് പറയുന്ന സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ 3d സബ്ഷെല്ലിൽ എത്ര ഡി ഓർബിറ്റൽസ് ഉണ്ട്? 5 3D ഓർബിറ്റൽസ് ഉണ്ട്. ആ 5 ഓർബിറ്റൽസിന്റെയും എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഈ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതിനാണ് എനർജി കൂടുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ തന്നിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓരോ ഓർബിറ്റൽസിന്റെയും ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എനർജി, അതായത് എനർജി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് ഏത് സബ്ഷെല്ലാണ് അല്ലെങ്കിൽ ഏത് ഓർബിറ്റലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമുക്ക് എനർജി കൂടുതലാണോ കുറവാണോ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്താൽ ആ ഓർബിറ്റലിന്റെ n വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ n എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഷെൽ നമ്പറിനെയാണ്. അതായത് n-ന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഫസ്റ്റ് ഷെല്ലിൽ വരുന്ന ഓർബിറ്റലാണ് എന്നുള്ളതാണ്. n-ന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് സെക്കൻഡ് ഷെല്ലിൽ വരുന്ന ഓർബിറ്റലാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എൽ ഷെല്ല്. n-ന്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് തേർഡ് ഷെല്ലിൽ വരുന്ന ഓർബിറ്റലാണ്. n-ന്റെ വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഫോർത്ത് ഷെൽ, അതായത് n ഷെല്ലിൽ വരുന്ന ഓർബിറ്റൽ ആണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യം തന്നെ ഓർക്കണം, ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ n-ന്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷെല്ലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഷെൽ നമ്പർ ഏത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം രണ്ടാമതൊരു ക്വാണ്ടം നമ്പർ കൂടി നമുക്ക് തന്നിരുന്നു. അതാണ് ഇത് L വെച്ച് നമുക്ക് പറഞ്ഞിരുന്നു അല്ലെ. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ സെക്കൻഡ് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എന്ന് നമ്മൾ പറയും. ഈ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സബ്ഷെൽ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു n എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ L-ന്റെ വാല്യൂ നമുക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഓരോ നമ്പറും ഓരോ സബ്ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അത് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ടേബിൾ ഓർക്കണം. L-ന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ അത് ഏത് സബ്ഷെൽ ആയിരിക്കും? എസ് സബ്ഷെൽ ആയിരിക്കും. L-ന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെൽ ആയിരിക്കും? പി സബ്ഷെൽ ആയിരിക്കും. L-ന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെൽ ആണ്. L-ന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെൽ ആണ്? എഫ് സബ്ഷെൽ. അതിനുള്ളിൽ വരുന്ന ഏതോ എഫ് ഓർബിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ 0, 1, 2, 3 SP-DF എന്നുള്ള രീതിയിൽ ഈ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പറും നമ്മൾ ഓർത്ത് വെക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ് തന്നിരുന്നത്. അതിൽ ആദ്യത്തെ 2 ക്വാണ്ടം നമ്പേഴ്സ് നോക്കി ഏതാണ് സബ്ഷെൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ n = 3 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താ? തേർഡ് ഷെല്ലാണ് എന്നുള്ളതാണ് അർത്ഥം. അതായത് തേർഡ് ഷെല്ലിൽ വരുന്ന ഏതോ ഓർബിറ്റലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ തേർഡ് ഷെല്ലാണ്. ആൻഡ് നമുക്ക് സബ്ഷെല്ല് പറയുന്നുണ്ട്. ഏതാ? L = 2 ആണ്. L = 2 വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഡി സബ്ഷെല്ലാണ് അല്ലെ. സോ അപ്പൊ തേർഡ് ഷെല്ലിൽ വരുന്ന ഡി സബ്ഷെൽ, അതായത് 3D സബ്ഷെല്ലാണ് ആണല്ലോ. 3D സബ്ഷെല്ലിനുള്ളിൽ വരുന്ന എത്ര ഡി ഓർബിറ്റൽ? 3D സബ്ഷെൽ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഡി ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലെ. 3D സബ്ഷെല്ലിൽ വരുന്ന 5 ഡി ഓർബിറ്റൽസിൽ ഏതോ ഒന്നാണ് ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതില് ഓരോ ഓർബിറ്റൽസിനും ഇതേപോലെ അടുത്ത മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയും, M വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. 5 ഡി ഓർബിറ്റൽസിനും ഇതേപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓരോരോ വാല്യൂസ് ആയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് 3D സബ്ഷെൽ അതിനുള്ളിൽ വരുന്ന ഓർബിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കേസിലും ഇത് ഏത് സബ്ഷെൽ ആണെന്ന് നോക്കിയാൽ അവിടെയും നമുക്ക് എന്താ പറയുന്നത്? n = 3, L = 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഏത് തന്നെയാ? നമ്മുടെ 3D സബ്ഷെല്ലാണ്. ഇവിടെ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫസ്റ്റ് ഓർബിറ്റലും സെക്കൻഡ് ഓർബിറ്റലും എന്താ? 3D സബ്ഷെല്ലിൽ വരുന്നതാണ്. സോ 3D സബ്ഷെല്ലിനുള്ളിൽ വരുന്ന 5 ഡി ഓർബിറ്റൽസില് 2 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. M = -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 5 ഡി ഓർബിറ്റൽസിൽ ഏതോ ഒരു ഓർബിറ്റലിനെ. M = +2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 5 അടുത്ത ഓർബിറ്റലിനെയാണ്. ഓക്കെ, ശരി. സോ അപ്പൊ എന്തായാലും 3D സബ്ഷെല്ലാണ്. അതിനുള്ളിൽ വരുന്ന 5 ഓർബിറ്റൽസിൽ 2 ഓർബിറ്റൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ സബ്ഷെല്ല് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനുള്ളിൽ വരുന്ന എല്ലാ ഓർബിറ്റൽസിന്റെയും എനർജി എന്ന് പറയുന്നത് എന്താ? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നമ്മൾ പറഞ്ഞു 5 ഓർബിറ്റൽസ് വരുന്നുണ്ട്. ആ 5 ഡി ഓർബിറ്റൽസിന്റെയും എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും ആണല്ലോ, സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ എന്തായിരിക്കും വരിക? ദേ ഹാവ് ദി സെയിം എനർജി എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ സബ്ഷെൽ ഏതാന്ന് മനസ്സിലാക്കുമ്പോൾ സെയിം സബ്ഷെല്ലിനുള്ളിൽ വരുന്ന ഓർബിറ്റൽസിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഓർബിറ്റൽസിന്റെ ഒക്കെ എനർജി സെയിം ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കണം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇനി സപ്പോസ് ഇൻ കേസ് ഇവിടെ നമുക്ക് n = 3 തന്നിട്ട് L = 1 ആയിരുന്നു എന്നുള്ളത് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? 3P സബ്ഷെല്ല് വരും ആണല്ലോ. 3P സബ്ഷെൽ ആണ്. അതായത് L-ന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? P സബ്ഷെൽ ആണ്. സോ 3P സബ്ഷെൽ ആയിരുന്നു. 3P സബ്ഷെല്ലും അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് 3D സബ്ഷെൽ വരുന്നു. അവിടെ വരുന്ന 2 ഡിഫറെന്റ് ഓർബിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ സബ്ഷെല്ലിന്റെയും എനർജി ഓർഡർ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3P ഉണ്ട്, 3D ഉണ്ട്.
സോ 3p-ക്കാണോ 3d-ക്കാണോ എനർജി കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നു 3d സബ്ഷെല്ലിനാണ് എനർജി കൂടുതൽ. അപ്പൊ അവിടെ വരുന്ന 5 d ഓർബിറ്റൽസിനായിരിക്കും എനർജി കൂടുതൽ ദാൻ 3p-യിൽ വരുന്ന ഓർബിറ്റൽസിനെക്കാട്ടും. അപ്പൊ എന്തായിരിക്കും 3d സബ്ഷെല്ലിൽ വരുന്ന ആ ഓർബിറ്റലിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി വരുന്നത്. ഇവിടെ സെയിം ആവാനായിട്ടുള്ള കാരണം എന്താ? രണ്ടും സെയിം ആണ്. സബ്ഷെല്ല് 3d-യും 3d-യും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ സബ്ഷെല്ലിനുള്ളിൽ വരുന്ന ഓർബിറ്റൽസിന്റെ ഒക്കെ എനർജി സെയിം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കണം. ഓക്കെ. Question: which of the following conditions in which gases obeys Charles law? അതായത് നമ്മുടെ ചാൾസ് ലോ, ഗ്യാസുകൾ ചാൾസ് ലോ ഒബേ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്യാസ് ലോ ആണ് അല്ലെ. നമ്മള് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലോസ് പഠിക്കും. ചാൾസ് ലോയുടെ പ്രത്യേകത എന്താ? അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം is directly proportional to temperature in Kelvin scale. അതായത് നമ്മുടെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വോളിയവും അതേപോലെ തന്നെ ടെമ്പറേച്ചറും എന്താണ്? നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന നിയമമാണ് ഇത് നമ്മുടെ ചാൾസ് ലോ എന്ന് പറയുന്നത്. സോ ഒരു ഗ്യാസ് ചാൾസ് ലോ ഒബേ ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കണം, കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് ഇത് ഒരു ഗ്യാസ് ചാൾസ് ലോ ഒബേ ചെയ്യുന്നത്. ഏതായിരിക്കും കണ്ടീഷൻ? പ്രഷർ വളരെ കുറവായിരിക്കണം, ടെമ്പറേച്ചർ വളരെ കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഇവർ എന്ത് ഒബേ ചെയ്യുന്നുള്ളൂ? ചാൾസ് ലോ ഒബേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഓർക്കുക. ഇനി അത് മാത്രമല്ല, നമ്മൾ മറ്റു കുറെ ഗ്യാസ് ലോസ് പഠിക്കുന്നുണ്ട് അല്ലെ. എല്ലാത്തിന്റെയും റിലേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ചാൾസ് ലോയിൽ നമ്മൾ പറഞ്ഞു പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ വോളിയവും അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന ചാൾസ് ലോ. ഇനി ബോയിൽസ് ലോ ഉണ്ടല്ലോ. ബോയിൽസ് ലോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്നതാണ് ഇത് ബോയിൽസ് ലോ. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ഗെയ്-ലുസാക്ക് ലോ പഠിക്കും. ഗെയ്-ലുസാക്ക് ലോയിൽ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് വോളിയം വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗെയ്-ലുസാക്ക് ലോ. ഇനിയുണ്ട് നമ്മുടെ അവഗാഡ്രോ ലോയിൽ. അപ്പൊ എന്താ പറയുന്നത്? കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ വോളിയവും നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന നിയമമാണ് ഇത് അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ചാൾസ് ലോ ഒബേ ചെയ്യുന്നത് എപ്പോഴാണ് എന്നായിരുന്നു. ചാൾസ് ലോ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്യാസ് ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഏത് ചോദിച്ചാലും അത് ഒബേ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലായിരിക്കും? ഒരു ഗ്യാസ് ഈ പറഞ്ഞ നിയമമൊക്കെ ഒബേ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസ് ലോസ് ഒക്കെ ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുക? അവനാണ് ഐഡിയൽ ഗ്യാസ് എന്ന് നമ്മൾ പറയും അല്ലെ. ഐഡിയൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ നമ്മുടെ ഗ്യാസ് ലോസ് ഒക്കെ ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഡിയൽ ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ അപ്പൊ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ചോദിച്ചിരുന്നത് പോലെ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ ഒക്കെ ഒബേ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണെന്നും ചോദിക്കാം. എന്താ പറഞ്ഞിരിക്കുന്ന പല രീതിയിലാണെങ്കിലും എല്ലാം ചോദിച്ചിരിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ് അല്ലെ. ഈ നിയമങ്ങളൊക്കെ ഒബേ ചെയ്യുന്ന ആളാണ് ആര്? ഐഡിയൽ ഗ്യാസ്. അല്ലെങ്കിൽ ആ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്താണ്? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഒബേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴായിരിക്കും? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ്. നേരെ മറിച്ച് നമുക്കറിയാം റിയൽ ഗ്യാസസ് ഉണ്ട് അല്ലെ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നവര് ഐഡിയൽ ഗ്യാസും, അല്ലാത്തവര് നമ്മള് റിയൽ ഗ്യാസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയും. സോ അപ്പൊ റിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഹൈ പ്രഷർ അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് ഏത് വരുന്നത്? നമ്മുടെ റിയൽ ബിഹേവിയർ അവർ കാണിക്കുന്നത്. അപ്പൊ ഒരെണ്ണം ഓർത്ത് വെച്ചാലും മതി. നമ്മുടെ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണ്? ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ. നേരെ മറിച്ച് റിയൽ ബിഹേവിയറിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ശരി. GST പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് GST. ഒന്ന്, GST is a unified form of tax in India.
GST എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ഫോം ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആണ്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചോണേ. ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്നൊക്കെ പറയുന്ന ശ്രദ്ധിച്ചോണം. GST ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്, ശരിയാണ്. നമുക്കറിയാം ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്, യൂണിഫൈഡ് ആണ്, കാരണം നിലവിലുള്ള പല ടാക്സുകളും ഒരുമിച്ച് ചേർത്തുള്ള ഒരു ടാക്സ് ആണ് GST, ശരിയാണ്. GST came into force in India with effect of 1st July 2017. 2017 GST നിലവിൽ വരുന്നത്. 2017 ജൂലൈ 1 GST വരുന്നത്, ശരിയല്ലേ? 2017 ജൂലൈ 1 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും കൂടെ ചേർന്നാണ് GST ഉദ്ഘാടനം ചെയ്യുന്നത്, ശരിയാണ്. യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഇസ് എ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ. GST ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് GST കൗൺസിലാണ്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്, അതും ശരിയാണ്. CGST, SGST, IGST, UTGST and cess are different types of GST, ശരിയാണ്. CGST എന്ന് വെച്ചാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആൻഡ് സെസ് എന്ന് വെച്ചാൽ നികുതിക്ക് മേൽ ഏർപ്പെടുന്ന അധിക നികുതി. ഇതെല്ലാം തന്നെ GSTയുടെ ഭാഗമാണ്. GST കോമ്പൻസേഷൻ സെസ് എന്നൊരു സെസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പൊ എന്താണ് GSTയുടെ ഭാഗമാണ്. പല ടൈപ്പ് ഓഫ് ട്രേഡുകൾക്ക്, പല ടൈപ്സ് ഓഫ് ട്രേഡുകൾക്ക് പല രീതിയിലുള്ള GST ഏർപ്പെടുത്താറുണ്ട്. ഉദാഹരണം, ഇൻട്രാ-സ്റ്റേറ്റ് ട്രേഡ്. ഒരു സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ആ സംസ്ഥാനത്തിനകത്ത് വിൽക്കുമ്പോൾ അവിടെ CGSTയും SGST ആണ് ഉണ്ടാകുന്നത്. ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ആ യൂണിയൻ ടെറിട്ടറിക്കകത്ത് വിൽക്കുമ്പോൾ അവിടെ UTGSTയും CGSTയും ആണ് ഉണ്ടാകുന്നത്. ഒരു സംസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധനം മറ്റൊരു സംസ്ഥാനത്ത് വിൽക്കുമ്പോൾ അവിടെ IGST ആണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം പലതരത്തിലുള്ള GST ആണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടുത്തെ ആൻസർ 1, 2, 3 and 4 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ചോദ്യം ഇതാണ്, ഇൻ വിച്ച് ഇയർ ദ ഫേമസ് പോയറ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വോൺ പത്മശ്രീ? മലയാളത്തിന്റെ ഒരു മഹാ സാഹിത്യകാരനായിട്ടുള്ള വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ഈ ഒരു പത്മശ്രീ ലഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2017 2017 ഇദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്, അല്ലെ? ജ്ഞാനപീഠ പുരസ്കാരവും അതുപോലെ തന്നെ ONV സാഹിത്യ പുരസ്കാരം 2019 അക്കിത്തത്തിന് ലഭിക്കുന്നത്. 2020 ഒക്ടോബർ 15 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് 2020 ഒക്ടോബർ 15. അത് പഠിച്ചു വെച്ചോണം. ഇപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങൾ കൂടിയും നോക്കാം. 2008 എഴുത്തച്ഛൻ അവാർഡ്, 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 72 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 73 തന്നെ ഓടക്കുഴൽ പുരസ്കാരം, 1997 വള്ളത്തോൾ പുരസ്കാരം, 2012 വയലാർ പുരസ്കാരം എന്നിവ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 1994 ആശാൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് 2019 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 2017 ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുവാണ്. അപ്പോൾ 2020 ഇദ്ദേഹം അന്തരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുത്ത് ചോദിക്കുന്നത്. When IT Act 2000 came into effect എന്നാണ് ഈ ഒരു 2000 IT നിയമം, ഓക്കെ, വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ഒക്ടോബർ 17, 2000, ഓപ്ഷൻ ബി ഒക്ടോബർ 17, 2001, ഓപ്ഷൻ സി നവംബർ 11, 2000, ഓപ്ഷൻ ഡി നവംബർ 11, 2001 എന്നാണ് IT ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, കെയിം ഇൻറ്റു ഫോഴ്സ് എന്നാണ്, കെയിം ഇൻറ്റു എഫക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എന്നാണെന്നാണ് നമുക്ക് ആൻസർ കൊടുക്കേണ്ടത്. എന്താണ് IT ആക്ട് വന്നത്? അത് ഒക്ടോബർ 17 അല്ലെ, 2000 ഒക്ടോബർ 17 എന്ത് ചെയ്യുന്നത്, IT ആക്ട് നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ IT ആക്ടുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, എന്നാണ് ഇത് പാസ്സാക്കുന്നത്, ഇനാക്ട് ചെയ്തത്? ജൂൺ 9 2000 ജൂൺ 9 എന്ത് ചെയ്യുന്നത്, ഇത് ഇനാക്ട് ചെയ്യുന്നത്. ആ ഒരു ഇതില് ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണനാണ്. ഓക്കെ, IT ആക്ടിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, അത് KR നാരായണനാണ്. ആ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, AB വാജ്പേയി ആയിരുന്നു. ആരാണ് ഈ ഒരു നിയമം
പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് പ്രമോദ് മഹാജനാണ്. അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിട്ടുള്ള പ്രമോദ് മഹാജനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇനി അത് എന്നാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ് നമ്മൾ പറഞ്ഞു 2000 ആണ് അല്ലെ, ഒക്ടോബർ 17 2000 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഇത് 2008 എന്ത് ചെയ്തിട്ടുണ്ട്, അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരുപാട് അമെന്റ്മെന്റ് നടക്കുന്നുണ്ട്. 2015 2021 2022 ഒക്കെ ചെറിയ ചെറിയ അമെന്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് അമെന്റ്മെന്റ് ആയിരുന്നു എന്ത്, 2008 നടന്നത്. ഓക്കെ, പിന്നീട് ആ ഒരു സമയത്ത് അമെന്റ്മെന്റ് നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീലാണ്. അന്നത്തെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇനി ആ ഒരു അമെന്റ്മെന്റ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 2009 ഒക്ടോബർ മാസം 17 ആണോ, അല്ല 27 ആണ്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വന്നത് IT അമെന്റ്മെന്റ് ആക്ട് 2008 എന്ന് പറയുന്ന ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്, ഒക്ടോബർ 27 2009 ഒക്ടോബർ 27 ആണ്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മൊത്തത്തില് 14 അധ്യായങ്ങളും 124 സെക്ഷനുകളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. IT ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2000 ഒക്ടോബർ 17 അത് പ്രസിഡന്റ്, ഏത് പ്രസിഡന്റ് ആണ് IT ആക്ടിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ KR നാരായണനാണ്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു, AB വാജ്പേയി ആയിരുന്നു.